BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ ചർച്ചകളിലേക്ക് കടക്കുകയാണ് UDF. നിലവിലുള്ള സീറ്റുകളിൽ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്നും ഏതൊക്കെ സീറ്റുകളിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുമുള്ള പ്രാഥമിക ചർച്ചകൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ വൻ തിരിച്ചടി നേരിട്ട കെ മുരളീധരനെ ഗുരുവായൂരിൽ നിർത്തിക്കൊണ്ട് വിജയിപ്പിക്കാനുള്ള നീക്കത്തിലാണ് തൃശൂർ DCC ഉള്ളത്. മുസ്ലിം ലീഗിന്റെ കയ്യിലുള്ള ഗുരുവായൂരും പട്ടാമ്പിയും തമ്മിൽ വെച്ചുമാടാനുള്ള നീക്കമാണ് നടക്കുന്നത്. പാർട്ടി ആരെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും അവരെ വിജയിപ്പിക്കുകയാണ് നേതൃത്വത്തിന്റെ കടമയെന്നതാണ് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിന്റെ ആദ്യത്തെ പ്രതികരണം. എന്നാൽ താൻ മത്സരിക്കാനില്ല എന്നും തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകാനാണ് താല്പര്യമെന്നുമാണ് കെ മുരളീധരൻ പറയുന്നത്. തൃശൂരിലെ തോൽവിയോടെ താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന നിലപാടിലായിരുന്നു മുരളീധരൻ ഉണ്ടായിരുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മുരളീധരന്റെ പേര് ഉയർന്നുവെങ്കിലും അവസാന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ഥാനാർത്ഥിയാക്കി. വടകരയിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിലായിരുന്നു മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാക്കാൻ KPCC തീരുമാനിക്കുന്നത്. വടകരയിലെ സിറ്റിംഗ് സീറ്റ് വിട്ട് മുരളീധരൻ തൃശൂരിലെത്തിയത് തെറ്റായിരുന്നുവെന്നും വടകരയിൽ ജയിക്കാനുള്ള അവസരമുണ്ടായിരുന്നുവെന്നുമാണ് കെ മുരളീധരൻ പിന്നീട് പ്രതികരിച്ചത്. തൃശൂരിൽ സിറ്റിംഗ് MP ആയിരുന്ന TN പ്രതാപനെ അവസാന ഘട്ടത്തിൽ മാറ്റിയാണ് കെ മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഇതോടെ തൃശൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ രണ്ടു തട്ടിലായി. പ്രതാപൻ പോസ്റ്റുകളിലും ബോർഡുകളിലും ചുവരെഴുത്തുകളും പൂർത്തിയാക്കിയതിനു ശേഷം ഉണ്ടായ സ്ഥാനാർത്ഥി മാറ്റം തിരിച്ചടിയുടെ ആഘാതം വർദ്ധിപ്പിച്ചു. ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനടക്കം പ്രമുഖ നേതാക്കൾ മുരളീധരനെ തോൽപ്പിക്കുന്നതിനായി നീക്കങ്ങൾ നടത്തിയെന്ന ആരോപണം ഉയർന്നു വന്നു. ഇതോടെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ടു. തോൽവി പഠിക്കാൻ കമ്മിറ്റി ഉണ്ടാക്കി. എന്നാൽ കമ്മിറ്റി എന്താണ് കണ്ടെത്തിയതെന്നോ മുരളീധരനെ പരാജയപ്പെടുത്താനായി കരുനീക്കിയ ശക്തികൾ ആരാണെന്നോ എന്നൊക്കെയെന്നും അജ്ഞാതമാണ്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനായി കാത്തു നിൽക്കില്ല. കേരള കോൺഗ്രസോ മറ്റു കക്ഷികളോ മുന്നണിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള നീക്കുപോക്കുകൾ അപ്പോൾ നടത്തും. കേരള കോൺഗ്രസ് ജോസഫ് കഴിഞ്ഞ തവണ തോറ്റ കുട്ടനാട്, ചങ്ങനാശ്ശേരി, തിരുവല്ല, ഏറ്റുമാനൂർ തുടങ്ങിയ സീറ്റുകളിൽ ചിലത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ വിജയിക്കാൻ കഴിയുമെന്ന ചിന്ത കോൺഗ്രസിനകത്തുണ്ട്. RSP, CMP കക്ഷികളുടെ ആവശ്യം എണ്ണത്തെക്കാളുപേരി ജയസാധ്യതയുള്ള സീറ്റുകളാണ്. ഷിബു ബേബി ജോണും CP ജോണും നിയമസഭയിൽ എത്തണമെന്ന നിർബന്ധം പാർട്ടികളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായി തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. പിണറായി വിജയനെതിരെ ധർമ്മടത്ത് മത്സരിക്കാനാണ് കഴിഞ്ഞ കുറി ഫോർവേഡ് ബ്ലോക്കിനോട് ആവശ്യപ്പെട്ടിരുന്നത്. പക്ഷേ അവർ അത് നിരസിച്ചു. അസോസിയേറ്റ് അംഗങ്ങളിൽ RMPക്ക് സീറ്റുമുണ്ടാകും. തൃണമൂൽ കോൺഗ്രസിനായി PV അൻവർ മത്സരിക്കുകയും ചെയ്യും. KK രമയ്ക്ക് വടകരയും അൻവറിന് ബേപ്പൂരുമാണ് സാധ്യതയുള്ളത്. അതേസമയം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ നേട്ടമുണ്ടാക്കിയതോടെ UDF ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു. തൃശൂരിൽ കെ മുരളീധരനുണ്ടാക്കിയ തിക്താനുഭവം ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത പാലിക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നത്. അതേസമയം തന്നെ കെ മുരളീധരൻ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരികയാണിപ്പോൾ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ വ്യക്തത വരുത്തി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുകയെന്നതാണ് കോൺഗ്രസിന്റെ നീക്കം. കഴിഞ്ഞ തവണയുണ്ടായ വീഴ്ചകൾ ആവർത്തിക്കാതെ വ്യക്തമായ നീക്കങ്ങളാണ് UDF ഇപ്പോൾ നടത്തുന്നത്. മലബാറിൽ കൂടുതൽ സീറ്റുകൾ വേണമെന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രധാന ആവശ്യം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് ഇത്തരം വിഷയങ്ങളിൽ തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള സീറ്റ് ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും ലീഗ് 2 സീറ്റുകളിലധികം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ എന്നീ ജില്ലകളിലായാണ് ലീഗ് സീറ്റ് ആവശ്യപ്പെടുക. UDFിലേക്ക് പുതിയതായി എത്തിയ അസോസിയേറ്റ് മെമ്പർമാരായ PV അൻവർ, CK ജാനു എന്നിവർക്ക് നൽകേണ്ട സീറ്റ് എന്നിവയിലും ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. പാർലമെന്റിൽ ഇപ്പോൾ 2 സീറ്റാണ് ലീഗിനുള്ളത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ് കൂടി വേണമെന്ന് ലീഗ് നേതൃത്വം UDFിൽ ആവശ്യമുന്നയിച്ചിരുന്നു. വയനാട് അല്ലെങ്കിൽ വടകരയിൽ സീറ്റാണ് ലീഗ് ലക്ഷ്യമിടുന്നത്. എന്നാൽ അതേസമയം തന്നെ വയനാട്ടിൽ സിറ്റിംഗ് MP ആയ രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കാൻ തീരുമാനിച്ചതോടെ വടകര കിട്ടണമെന്ന് വാദിക്കുകയും ചെയ്തു. എന്നാൽ അതേസമയം തന്നെ വടകര വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് വ്യക്തമാക്കിയതോടെ പകരം രാജ്യസഭാ സീറ്റ് നൽകുകയായിരുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ് അധികമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കാനാണ് ഇപ്പോൾ ലീഗും ലക്ഷ്യമിടുന്നത്. എന്റെയും BLMന്റെയും ക്രിസ്മസ് പുതുവർഷ ആശംസകൾ.